പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതലെന്നേക്കും ആമീൻ. അമ്മാനുവേലിൻ ആരാധന എന്ന ഈ ആത്മീയ പരിപാടിയിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. ആണ്ടുതോറും പെരുന്നാളിന് ദൈവാലയത്തിൽ പോകുന്ന കുടുംബം യേശുവുമായി 12 വയസ്സായ ആ പൈതലിനുമായി ദൈവാലയത്തിൽ പെരുന്നാൾ കൂടുവാനായി പോയി തിരികെ വരുന്ന സന്ദർഭമാണ് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരും അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവന് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേശാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്നേഹിക്കപ്പെട്ടവരെ, അല്പമൊക്കെയും ഒരു ആത്മീയ ബന്ധമുണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്ന ഏവരുമേ ആണ്ടുതോറും പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെയും പോയി അതിലെല്ലാം സന്തോഷത്തോടെ പങ്കെടുത്തുകൊണ്ട് മടങ്ങിപ്പോരുന്ന ഒരു സാഹചര്യം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒന്ന്, യേശു കർത്താവ് തങ്ങളോട് കൂടെയുണ്ടെന്നുള്ളതായ ഒരു ചിന്തയിൽ അവർ ഭവനത്തിലേക്ക് മടങ്ങിപ്പോരുകയാണ്. ദൈവാലയത്തിൽ പോയി തിരികെ വരുന്നവർ ചിന്തിക്കുന്നു, ദൈവമായവൻ, കർത്താവായവൻ യേശു ക്രിസ്തു തങ്ങളോട് കൂടെയുണ്ട് എന്ന്. ഒരു ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് അവിടെ ആ ചിന്ത, അത് ശരിയാണോ അല്ലയോ എന്ന് ഒന്ന് പരിശോധിക്കണമെന്ന് തോന്നിയത്. അതുകൊണ്ട് യേശുവിനെ അവർ ചാർച്ചക്കാരുടെയും സ്നേഹിതരുടെയും ഇടയിൽ തിരക്കുന്നു. അവിടെയൊന്നും യേശുവില്ലായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ടതായ ഒരു മർമ്മമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ തോണിയിൽ അമരക്കാരനായി എൻ്റെ കർത്താവ് ഉണ്ടോ എന്നുള്ളതായ ചോദ്യത്തിൻ്റെ ഉത്തരം. പലപ്പോഴും അച്ഛന്മാരും സുവിശേഷകരും ഒക്കെയും ചിന്തിക്കുന്നത് അവരോടുകൂടെ ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വേല ചെയ്യുന്ന, സുവിശേഷ വേല ചെയ്യുന്ന അനവധി മക്കൾ വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത്, യഥാർത്ഥത്തിൽ ഞാനും ദൈവവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ബാല്യകാലം മുതലുള്ള പല പാപങ്ങൾക്കും ഞാൻ ഇന്നും അടിമയായിരിക്കുകയാണ് എന്നവൻ കണ്ടെത്തുന്നതായ സന്ദർഭം ജീവിതത്തിൻ്റെ തകർച്ചയുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെട്ടു വരുന്നതായ സമയമാണ്. കൗൺസിലിങ്ങിൽ വരുമ്പോൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഈ ഒരു യാഥാർത്ഥ്യം അനേകം ആളുകൾക്ക് വെളിപ്പെടുവാനിടയായിട്ടുണ്ട്. നമ്മൾ ദൈവവുമായിട്ടുള്ള ഐക്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്, യേശുക്രിസ്തുവിനോട് കൂടിയാണ് എൻ്റെ ജീവിതയാത്ര എന്നൊക്കെയും പാടുകയും പ്രസംഗിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ
ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മിലില്ല എന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു കാലം. ഇത് സ്വന്തം ജീവിതത്തോട് ചോദിച്ച് തിരിച്ചറിഞ്ഞ് യേശുവുമായിട്ടുള്ള ഐക്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക് തിരികെ വരേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇതാ യൗസേപ്പും മറിയാമും കൂടെ കർത്താവിനെ അന്വേഷിച്ചു. ഒരു ദിവസം യാത്ര ചെയ്തിട്ടുള്ളൂ, പക്ഷേ മൂന്നാം ദിവസമാണ് യേശുവിനെ അവർ കണ്ടെത്തുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു 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 രഹസ്യം? ഒരു ദിവസം യാത്ര ചെയ്താൽ 3 ദിവസം വേണോ കണ്ടെത്തുവാൻ? അതെ, അതിൻ്റെ കാരണം ബലഹീനമായ എൻ്റെ ബുദ്ധിയിൽ ദൈവാത്മാവ് തോന്നിക്കുന്നത്, ഈ 12 വയസ്സുള്ളതായിരിക്കുന്ന കുഞ്ഞ്, ഈ മകൻ മറ്റെവിടെയെങ്കിലുമൊക്കെയും വഴിതെറ്റിപ്പോയി കാണുമെന്നും അങ്ങനെ പോകുവാൻ സാധ്യതയുള്ളതായിരിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്, അവിടെയെല്ലാം അന്വേഷിച്ച് അവർ സമയം കളഞ്ഞു എന്നുള്ളതാണ്. ഒരു 12 വയസ്സുകാരന് എവിടെയൊക്കെയോ പോകാം. പെരുന്നാളിൽ വലിയൊരു ജനക്കൂട്ടമാണ്. ആ ജനത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കാഴ്ച കണ്ടു നിന്നിരിക്കാം. പെരുന്നാളുകൾക്ക് ചെന്നാൽ പല കച്ചവടക്കാരുണ്ടല്ലോ, അങ്ങനെ ആകർഷണീയമായിരിക്കുന്ന പല വസ്തുക്കളെയും കണ്ട് അവിടെ നിന്നേക്കാം, അങ്ങനെ വഴിതെറ്റിപ്പോയേക്കാം. ഇങ്ങനെ പലതും അവർ ചിന്തിച്ച് കാണുമായിരിക്കും. അങ്ങനെ ചിന്തിച്ച് അവർ 2 ദിവസം അന്വേഷിച്ചു. അതെല്ലാം തെറ്റായ സ്ഥലങ്ങളിലാണ് അന്വേഷിച്ചത്. യേശുവിനെ അന്വേഷിക്കുന്ന അനവധി മനുഷ്യരെന്നുണ്ടെങ്കിലും അവർ പലപ്പോഴും അവനെ അന്വേഷിച്ച് ചെല്ലുന്നത് തെറ്റായ സ്ഥാനങ്ങളിലാണ്. വളരെ ഹൃദയഭാരത്തോടുകൂടി ഞാൻ പറയട്ടെ, പലരും ഇന്ന് ആത്മീയതയുടെ പാതയിലൂടെ വളരെ തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുന്നത് യേശുക്രിസ്തുവിനോട് കൂടെയാണോ എന്ന് ഒരിക്കൽ കൂടെ ചിന്തിക്കേണ്ട കാലമാണ്. ലോകത്തിൻ്റെ ശാസ്ത്രീയമായിരിക്കുന്ന പല തെറാപ്പികളുള്ള ഈ ലോകത്ത് ഈ തെറാപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയും അത്ഭുതങ്ങളും സൗഖ്യവും നൽകുകയും ചെയ്യുന്ന പലരും ഇന്നുണ്ടെന്നുള്ളത് ഒരു നഗ്നസത്യമാണ്. അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ദൈവവും അവൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് വിശ്വസിപ്പാൻ വളരെ പ്രയാസമുണ്ട്. അനവധി സ്ഥാനങ്ങൾ ആത്മീയതയുടെ ഉന്നതാവസ്ഥയെ പ്രകടമാക്കുമ്പോൾ അതിൽ പലതും കാപഢ്യമുള്ളതാണ് എന്ന് തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് കർത്താവ് പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരുമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നത്. പക്ഷേ ന്യായവിധി നാളിൽ, ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, അന്നാളിൽ നിങ്ങൾ എന്നോട് പറയും, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു, പിശാചിനെ പുറത്താക്കി, രോഗസൗഖ്യം നൽകി, ഇതെല്ലാം ചെയ്തു എന്ന് അന്നാളിൽ എന്നോട് പറയുമെന്ന് യേശു കർത്താവ് പറയും. പക്ഷേ കർത്താവ് പറയുന്നത്, ഞാനോ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിച്ചവനെ എന്നെ വിട്ടു പോകുവാനെന്ന് തീർത്ത് പറയുമെന്നാണ് തിരുവചനം കൽപ്പിക്കുന്നത്. സ്നേഹിതരെ, പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എന്ന് തോന്നുന്ന ഒത്തിരിയേറെ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ട് എന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കട്ടെ. പക്ഷേ അവർ പോലും അറിയുന്നില്ല യഥാർത്ഥത്തിൽ ക്രിസ്തു അവരോടുകൂടെ ഇല്ല എന്നുള്ള സത്യം. ഇതൊന്ന് അറിയുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പുനർവായനയ്ക്ക്, നമ്മുടെ പഠനത്തെ ഒരു പുനർവായനയ്ക്ക്, നമ്മുടെ ശുശ്രൂഷകളെ ഒരു പുനർവായനയ്ക്ക് സമർപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട്. അവർ മടങ്ങി ദൈവാലയത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ദാ നോക്കൂ, 12 വയസ്സായ കൊച്ചു ചെറുക്കനിരുന്ന മഹാപണ്ഡിതന്മാരായിരിക്കുന്ന യഹൂദൻ്റെ ശാസ്ത്രിമാരോട് അവൻ വളരെ ശക്തമായി തർക്കിച്ചുകൊണ്ടിരിക്കുക. അവിടെയുള്ള മറ്റു മനുഷ്യരൊക്കെയും അത് ശ്രദ്ധിക്കുന്നു. അവൻ്റെ വാക്കും അവൻ്റെ അറിവും അവൻ്റെ ജ്ഞാനവും എല്ലാം ഒരു അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെ 3-ാം ദിവസം യൗസേപ്പും മറിയാമും കൂടെ യേശുവിനെ കണ്ടെത്തി. അത് ക്ലബിലല്ല, കളിസ്ഥലത്തല്ല,
മറ്റേതെങ്കിലും സർക്കസ് കളിക്കുന്ന സ്ഥാനത്തല്ല, ഏതെങ്കിലും കച്ചവട മാളിലല്ല. അവനെ അവർ കണ്ടെത്തിയത് ദൈവാലയത്തിലാണ്. ഹല്ലേലൂയ! യേശുവിനെ നിങ്ങൾ കണ്ടെത്തണം. അവൻ ദൈവാലയത്തിലുണ്ട്. അവിടെ ഇവിടെയും തെരഞ്ഞു നടന്ന് അവിടെയും കണ്ടില്ല ഇവിടെയും കണ്ടില്ല എന്നുള്ള അവസ്ഥയിലൂടെയല്ല, ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ അവൻ്റെ സാന്നിധ്യമുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞു. സ്നേഹിതരെ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്നത്രയും മറുപടി. അവർ മാതാപിതാക്കൾ വിഷമിച്ചതിനെ വളരെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്. എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? അതേത് അവൻ്റെ ആലയം, അവൻ പിതാവിൻ്റെ ആലയമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ വീണ്ടും ആ ദൈവാലയത്തിൽ വച്ച് യേശുവിനെ അവർ കണ്ടെത്തി. പിന്നെ യേശുവിനോടുകൂടെ അവർ ഭവനത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നതായ സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം ദൈവാലയത്തിൽ പോകുന്നുണ്ട്. തിരികെ വരുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അനുഭവമുണ്ട്. ആരാധനയുടെ മനോഹരമായ ശബ്ദം ഇപ്പോഴും കാതുകളിലുണ്ട്. പ്രാർത്ഥനയുടെ ഉന്നത ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ ഓളം തല്ലുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്, ശരി തന്നെ. പക്ഷേ ദൈവാലയത്തിൽ നിങ്ങൾ ഭവനത്തിലേക്ക് പോരുമ്പോൾ ശ്രദ്ധിക്കുക, യേശു നിങ്ങളോടുകൂടെ ഉണ്ടോ എന്ന്. യേശു നിങ്ങളോട് കൂടെ ഉണ്ടോ എന്ന ഒരു തിരിഞ്ഞു നോട്ടം എപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവാലയത്തിൽ പോയിട്ട് കർത്താവിൻ്റെ വചനപ്രകാരം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ ഞാൻ അവനിലും വസിക്കുന്നു എന്ന കർത്തൃവചനത്താൽ വിശ്വാസി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നോടുകൂടെ കർത്താവുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ സത്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് ഒന്നുകൂടെ പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കാം? ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരാലയത്തിൽ വളരെ നാളുകളായി മദ്ബഹായിൽ കൃത്യമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരനുണ്ട്. ഒരു 60 വയസ്സോളം പ്രായമായ സമയം ഞാൻ ആ ഇടവകയിലെ വികാരിയായി ചുമതലയെടുക്കുവാൻ ചെന്ന ആ ആഴ്ചകളിൽ പലരെക്കുറിച്ചും തിരക്കിയപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് അവിടെയുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛന് ഒരു കാര്യം ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്നിരുന്ന 1-2 അച്ഛന്മാർ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നിട്ടില്ല. അവർ പറയുകയാണ്, ഇവിടെ അതിരാവിലെ വന്ന് പള്ളിയിലെ ആരാധനയ്ക്ക് വേണ്ടതെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇന്നയാൾ ഇപ്പോൾ ചില വർഷങ്ങളായി ആരാധനയ്ക്കേ വരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവവുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ നിന്ന് ആ സഹോദരൻ അകന്നു പോകുവാനുള്ളതായിരിക്കുന്ന കാരണമെന്ത് എന്ന് തിരക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം 2 കാര്യമാണ് പറയുന്നത്. വെച്ചാൽ ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് വരെ കൃത്യമായി ഈ മദ്ബഹായിൽ ശുശ്രൂഷിക്കുകയും പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. അത് ശരിയാണ്. ഒരു 10 വർഷമായിട്ട് ഞാൻ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നില്ല, എങ്കിലും രാവിലെ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് ക്രമമായിട്ട് ഞാൻ പോകുമായിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ സഹോദരന് എന്ത് പറ്റി? ഈ അകൽച്ചയ്ക്ക് കാരണമെന്താ? അദ്ദേഹം പറയുന്നത്, എനിക്ക് നല്ല ഒരു സ്നേഹിതനുണ്ട്, നമ്മുടെ ഇടവയിലുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ കുറച്ച് നാളുകളായി ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയോ അല്ലെങ്കിൽ സ്നേഹമില്ലായ്മയിലാണ്. അപ്പോൾ ഈ സഹോദരൻ മിണ്ടുകയല്ല എന്നോട്. പള്ളിയിൽ വന്നാൽ അദ്ദേഹം എൻ്റെ ഇടത്ത് ഭാഗത്ത് തന്നെ നിൽക്കും. ഞാൻ എവിടെയാണ് നിൽക്കാൻ നോക്കി എൻ്റെ ഇടത്ത് ഭാഗത്ത് വന്ന് നിൽക്കും. എന്തിനാണെന്നറിയാവോ? ബോധപൂർവം എന്നെ കൊച്ചാക്കുന്നതിന് വേണ്ടി. കുർബാനയിൽ സമാധാനം കൊടുക്കുന്ന സമയം ഇടത്തോട്ട് തിരിഞ്ഞാൽ ഈ വ്യക്തിയാണ്, ഇവർക്ക് തമ്മിൽ സമാധാനം കൊടുക്കാൻ വയ്യ. ഈ
വ്യക്തിപരമായിരിക്കുന്ന പിണക്കം ആരാധനയിലെ സമാധാനം കൈമാറും തടസ്സമായി വന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെ പള്ളിയിൽ വരാതാക്കിയത്. രണ്ടാമത്തേത് ഇന്ന് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരിക്കുകയാണ്. രണ്ടാമത്തേത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും നല്ല ജോലിക്കാരൊക്കെയായി ഓട്ടോറിക്ഷ വിളിച്ച് പള്ളിയിൽ പോയിരുന്ന അച്ചായന് വേണ്ടി വില കൂടിയവർക്ക് 6 മക്കൾ വാങ്ങിച്ചു കൊടുത്തു. അത് ഓടിക്കുന്നതിനുള്ള ഡ്രൈവറെയും വെച്ച് കൊടുത്തിരിക്കേണ്ട സാമ്പത്തികമായി ഒത്തിരി ഉയർന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, പലപ്പോഴും ഞാൻ പള്ളിയിലോട്ട് ചെന്നാൽ ഈ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടാറില്ല. വാഹനം പാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം പള്ളിയിൽ വരാതെയായി. ഈ പാർക്ക് ചെയ്യാൻ പറ്റാതെ വന്ന സാഹചര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ആ സ്നേഹബന്ധം നഷ്ടപ്പെട്ട സഹോദരനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അതിരാവിലെ വന്ന വ്യക്തി ഇദ്ദേഹം വൈകി വരുവാനായിട്ട് തുടങ്ങി. അപ്പോൾ വൈകി വന്നാലും സംഭവിക്കുന്നത് ഈ സ്നേഹബന്ധം നഷ്ടപ്പെട്ടതായിരിക്കും സഹോദരൻ ഇദ്ദേഹം എവിടെ നിൽക്കുന്ന അന്വേഷിച്ച് വന്ന് അടുത്ത വശത്ത് നിൽക്കും. പിന്നെയും വൈകി പോകാൻ തുടങ്ങി. ഈ വൈകി ചെല്ലുമ്പോഴത്തേനും മറ്റുള്ളവരെല്ലാം വന്ന് പാർക്കിംഗ് സ്ഥലത്ത് വാഹനമൊക്കെ പാർക്ക് ചെയ്യും. പിന്നെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാതായി. അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൻ്റെ തകർച്ചയും ദൈവം കഴിഞ്ഞ കാലങ്ങളിലൂടെ അവന് സന്നദ്ധിയിൽ ചെയ്ത ശുശ്രൂഷയ്ക്ക് കൃപയായി നൽകിയ സമ്പന്നതയും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കാരണമായി തീർന്നു. നോക്കുക, പലപ്പോഴും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിതങ്ങൾ അവരിപ്പോഴും ദൈവത്തോടു കൂടിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ, ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും ദൈവത്തോടു കൂടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ തന്നെയാണ് എന്ന് സാക്ഷി പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. നിൻ്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ സാധിക്കാതെ, ദൈവം നിനക്ക് നൽകിയേക്കുന്ന നന്മകളെ അത് അവൻ്റെ ദാനമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നീ അതിനടിമയായി തീരാതെ കൊണ്ട് ജീവിക്കുന്നില്ലെങ്കിൽ ദൈവ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ ജീവിതത്തിലില്ല. ഇത് ഞാൻ തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ഒരു മർമ്മമാണ്. ആകെ സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവാലയത്തിൽ പോയി ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും യേശുവിനെ അവന് അനുഭവിപ്പാനായിട്ട് സാധിക്കണം. യേശു ദൈവാലയത്തിൽ നിന്ന് അതിലാരാധിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്ത് അവൻ വസിക്കുന്ന ഭവനത്തിലേക്ക് വരുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യബോധമുണ്ടാകുകയുള്ളൂ. അല്ലാതെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പള്ളിയിൽ നിത്യമായി പോയതുകൊണ്ടോ ഒന്നും തീർച്ചയായും ഈ ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടാകുകയില്ല. ഉണ്ട് എന്ന ധാരണയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ അവസാനം തിരിച്ചറിയുന്നു, ഇതേവരെയും എൻ്റെ ദൈവം എന്നോടുകൂടെ ആയിരുന്നില്ല എന്ന്. നമ്മുടെ കർത്താവ് ഇതാ ചുങ്കക്കാരനായ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. അവനവിടെ യേശുവിനെ നല്ലതുപോലെ മര്യാദപ്രകാരം ചിട്ടപ്രകാരം കാലിന് വെള്ളം കൊടുത്ത് ശുശ്രൂഷ ചെയ്തു അവനെ സ്വീകരിക്കുന്നതായ സന്ദർഭങ്ങളൊക്കെയുണ്ട്. യേശുവിനെ ബാഹ്യമായി ശുശ്രൂഷിക്കുക മാത്രമല്ല, ആത്മാവിൽ ശുശ്രൂഷിക്കുക കൂടെ ആവശ്യമാണ്. ആത്മാവിൽ ദൈവത്തെ നാം ശുശ്രൂഷിക്കണം. അങ്ങനെയെങ്കിൽ യേശു പറയും, ഇവനും അബ്രഹാമിൻ്റെ പുത്രൻ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നു എന്ന് പറയും. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് രക്ഷ എന്ന് പറയും. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുന്ന അനവധി ആളുകൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇത്രാം തീയതി ഇന്ന ദിവസം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള രക്ഷ ക്രിസ്തു അവൻ്റെ ജീവിതത്തിലുണ്ട് എന്നാണ് അർത്ഥമാക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വാസ്തവമാണ്. എന്തെന്നാൽ സർവജനത്തിനും സന്തോഷമായി അമ്മാനുവേൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ വൃദ്ധനായ ശീമോൻ അവനെ കൈകളിലെടുത്തത് നിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു എന്നാണ്. യേശുവിനെ കൈകളെടുത്ത് നിൻ്റെ രക്ഷയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ രക്ഷ ക്രിസ്തുവാണ്.
ക്രിസ്തു ഒരു ഭവനത്തിലേക്ക് പ്രവേശിച്ചാൽ, ക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ രക്ഷ കൈവന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഈ ഭവനത്തിന്, ഇന്ന് ഈ വ്യക്തിക്ക് രക്ഷ കൈവന്നിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ രക്ഷ കൈവന്നാൽ എന്ന് നാം വിശ്വസിച്ചാൽ തീർച്ചയായും ഒന്നുകൂടെ ചോദിക്കണം, യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ടോ എന്നാണ്. കാരണം രക്ഷയുടെ അനുഭവത്തിലാകുന്നു എന്ന് പറയുകയും സ്വന്തം അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും സ്നേഹിക്കാതെ അവരെ ദേഷിക്കുകയും ചെയ്യുന്ന വളരെയധികം പേരൊന്ന് ജീവിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള വസ്തുതയാണ്. ചിലർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം തങ്ങളുടെ കുടുംബാംഗത്തിലും അയൽക്കാരിലുമുള്ളവർ രക്ഷയുടെ അനുഭവത്തിലല്ല എന്നതുകൊണ്ട് അവരോട് സംസർഗം വിട്ടിട്ട് അവരുമായി സംസാരിക്കാതെ അകന്ന് ജീവിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. ഇത് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, എൻ്റെ ജീവിതത്തിൽ ഈ വിധമായ സമീപനമാണോ ഞാൻ തുടരുന്നെങ്കിൽ? എന്നാൽ പാപികളായ നമുക്ക് വേണ്ടി നാം പാപത്തിലായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മറുപടിയായി കൊടുത്ത യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതെല്ലാം നമുക്ക് മാതൃകയായി കാണിക്കുന്നു. രക്ഷയിൽ വന്ന ഒരു മനുഷ്യൻ തൻ്റെ സമസൃഷ്ടികളെ ആഴമായി സ്നേഹിക്കുന്നവനും കരുതുന്നവനുമായിരിക്കും. അവർക്ക് വേണ്ടി കരുതുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കരുതാതെ കൊണ്ട് ഈ ഞാൻ രക്ഷയിലാണ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവാകുന്ന രക്ഷ ആ വ്യക്തിയോട് കൂടെ ഇല്ല. അതുകൊണ്ട് ദൈവാലയത്തിൽ പോയി ആരാധിച്ചു, സ്തുതിച്ചു, കുർബാന അനുഭവിച്ചു, എൻ്റെ കർത്താവും ഞാനുമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് ഞാൻ പോകുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹമാകുന്ന മർമ്മം, ക്ഷമിക്കുവാനുള്ള കൽപ്പന, അന്യോന്യം പങ്കിടുവാനുള്ള കൽപ്പന, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുവാനുള്ള വചനം, രണ്ടുടുപ്പ് ഉള്ളവനൊന്നില്ലാത്തവന് കൊടുക്കണമെന്ന യോഹന്നാൻ സ്നാപകൻ്റെ വചനം, വിവിധമായ സ്നേഹത്തിൻ്റെ ഭാവം സാക്ഷ്യമായി നമ്മളില്ല എങ്കിൽ നാം ക്രിസ്തുവിനോട് കൂടെയല്ല എന്ന് തിരിച്ചറിയണം. ആകയാൽ ഓരോ മനുഷ്യനും അവൻ യേശുവിനോട് കൂടെ നന്മയിലാണ്, സ്നേഹത്തിലാണ്, രക്ഷയിലാണ് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു പുനർവായന നടത്തേണ്ട കാലഘട്ടമാണ്. നമുക്ക് ആരോടെങ്കിലും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടോ? രക്ഷിക്കപ്പെടാത്ത മറ്റാളുകളുമായി സംസാരിക്കുന്നതിനോ അവരുടെ ഭാരങ്ങളെ അറിയുന്നതിനോ അവരുടെ ആവശ്യങ്ങളിൽ പങ്കാളികളാകുന്നതിനോ അവരുടെ ദുഃഖങ്ങളിലും പങ്കാളികളാകുന്നതിനോ ഇതൊക്കെയും ദൈവസ്നേഹത്തിൻ്റെ മർമ്മമായി ചെയ്യുവാൻ ബാധ്യതയുള്ള ഒരു വിശ്വാസി അതൊന്നും ചെയ്യാതെ കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടവനാകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെയാവും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ യൗസേപ്പിനും മറിയാമിനും പറ്റിയതുപോലെ ഒരു നിമിഷം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ക്രിസ്തു എന്നോട് കൂടെ ഇല്ല എന്ന യാഥാർത്ഥ്യം. എന്നെ കേൾക്കുന്ന സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവുമായ നമ്മുടെ ബന്ധം എപ്രകാരം ആഴമുള്ളതാണ്, എത്രമാത്രം വചനാനുസരണമാണ്. ശത്രുവിനെ സ്നേഹിക്കണമെന്നും നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്നും കൽപ്പിച്ച യേശുവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ പാലിക്കുവാൻ സാധിക്കാത്തിടത്തോളം ഞാൻ യേശുവിനോട് കൂടെയില്ല. അങ്ങനെ സാധിക്കുന്നവരോടുകൂടെ യേശുവുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മെല്ലാവരെയും സ്വർഗീയ സ്നേഹത്തിൽ വഴി നടത്തുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമം നമ്മുടെ ജീവിത മുഖാന്തരം എന്നും എന്നേക്കും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.